കാര്യങ്ങൾ കാണാതെയോ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെയോ എല്ലാം നമ്മൾ സമീപിക്കുന്നത്. കാരണം പിന്നെ ആശയവിനിമയം കൃത്യമായി നടത്തുന്നുണ്ട്. പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സമയത്തിൻ്റെ ഒരു ചെറിയ 1 മണിക്കൂർ വ്യത്യാസം വന്നു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അവർ വരും. ജസ്പ്രീത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീനിയർ ഓഫീസറാണ് വരുന്നത്. നിങ്ങൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. 5:30 5:30 അതെ, ഞങ്ങള് ബ്ലോക്ക് ഒന്നുമില്ല. മഴ ഇല്ലാത്ത സമയത്താണ് സംഭവിച്ചത്. മഴ ഉണ്ടാകുമ്പോൾ സംഭവിച്ചു. ഇന്നലെ തന്നെ ഇന്നലല്ല ഇപ്പൊ സംഭവിച്ചത്. വന്ന സമയത്തല്ല, ഇന്ന് ഉച്ചക്ക് വന്നത്. ഇന്നിപ്പം 3-4 സ്ഥലത്തായിട്ട് ഇടിഞ്ഞു കൊടുക്കും. ഒരു സ്ഥലത്താണ് 4 സ്ഥലത്തായിട്ട് ഇടിഞ്ഞു കൊടുക്കാൻ. അപ്പൊ പകലാന്ന് ഇടിയുന്നു. നല്ലൊരു മഴ വന്നിട്ട് മുഴുവനായിട്ട് ഇടിയുന്നത്. അപ്പൊ മഴയും കൂടി വന്നു കഴിഞ്ഞാൽ ഉച്ചക്ക് സംഭവിച്ച സാധ്യത ഇന്നലെ ലൈവായിട്ട് ചെറിയ രീതിയിൽ ഈ മണ്ണ് ഈ റോഡൊക്കെ താഴത്തേക്ക് വരുന്നത് 10-60ഓളം വീട്ടുകാരുണ്ട്. ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലോ. ഇപ്പൊ പ്രദേശത്തിലെ എല്ലാ വീട്ടുകാർക്കും ഗുരുതരാവസ്ഥ ജില്ലാ ഭരണകൂടത്തിന് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടപെടൽ നടത്തിയത്. തീർച്ചയായിട്ടും നമുക്ക് ഇന്നൊരു പരിഹാരം ഉണ്ടാക്കാം. അത് നിങ്ങൾ പിന്നെ കാരണം ഞാനിവിടെ ഇല്ല. ഞാൻ എന്തായാലും അവർ വന്നിട്ടേ പോകുള്ളൂ. അരമണിക്കൂറല്ലേ വേണ്ടത്? അതുവരെ ഒന്ന് അവരോട് സൈഡിലേക്ക് കാര്യങ്ങൾ പരിശോധിക്കാൻ അവർ വിടുന്നുണ്ട്. ഈ ഒരു വിഷയം കണ്ണൂർ കുപ്പത്ത് ഇന്നും ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇന്ന് മാത്രം 2 വട്ടമാണ് മണ്ണിടിച്ചിൽ ഇവിടെ ഉണ്ടായത്. വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലത്താണ് ഈ മണ്ണിടിഞ്ഞ് വീണത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതുമാണ്. ഇന്നലെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ ഈ സ്ഥലത്ത് വന്നിരുന്നു. അതിന്റെ വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഇതിന്റെ ഗൗരവവും യാഥാർത്ഥ്യവും മനസ്സിലാക്കിക്കൊണ്ടാണ് കളക്ടർ സാർ ഇന്ന് പ്രൊജക്ട് ഡയറക്ടറായിട്ട് ഈ കാര്യം വിഷയം ചർച്ച ചെയ്യുകയും അദ്ദേഹത്തോട് തന്നെ ഇന്ന് പിന്നെ ഒരു വിദഗ്ധ സമിതിയെ കൊണ്ട് പരിശോധിക്കാൻ വേണ്ടി ഇന്ന് ആവശ്യപ്പെടുകയും അടിസ്ഥാനത്തിലാണ് ഇവിടെ അവരിന്ന് പരിശോധന നടത്തുന്നത്. ഇന്ന് പിന്നെ വൈകിപ്പോയത് കാസർഗോഡ് ഇതോടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് വൈകിയത്. അല്ലാതെ ബോധപൂർവമായ ഒരു വീഴ്ചയും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എന്തായാലും വിദഗ്ധ സമിതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അരമണിക്കൂറിന് അവരെത്തും. അവരെത്തിയിട്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ശേഷം പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കും. RDOയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ കുപ്പത്ത് പ്രദേശവാസികളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രദേശവാസികൾ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടാണ് അവിടെ പ്രതിഷേധം നടത്തിയത്. ഈ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താത്തതിലും കടുത്ത അതൃപ്തിയിലും കടുത്ത പ്രതിഷേധവുമൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, ഇന്ന് മാത്രം 2 വട്ടമാണ് ഈ പ്രദേശത്ത് മണ്ണിടിഞ്ഞത്. ഇന്നലെയും മണ്ണിടിച്ചിലുണ്ടായിരുന്നു. പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്, പ്രതിഷേധത്തിലാണ്. RDOയുടെ വാക്കുകളിൽ നിന്നും എന്ത് മനസ്സിലാക്കണം? ഇപ്പോൾ പ്രദേശത്തെ അവസ്ഥ എന്താണ്? ഉപരോധം ഇപ്പോഴുമുണ്ടോ? ഏതായാലും RDOയുടെ ഉറപ്പിനെ തുടർന്ന് ഇപ്പോൾ തൽക്കാലം ഈ ദേശീയപാത ഉപരോധത്തിൽ നിന്ന് പ്രദേശവാസികൾ പിന്മാറുകയാണ്. 5:30യോടുകൂടി ഈ NHAയുടെ പ്രൊജക്ട് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ RDO ഉറപ്പ് നൽകിയിരിക്കുന്നത്. ആ ഉറപ്പിന്റെ പുറത്താണ് ഇപ്പോൾ ഏതായാലും ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന്, ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിൽ നിന്ന് നാട്ടുകാർ പിന്നോട്ട് പോയിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി കൃത്യമായി എന്താണ് ശാസ്ത്രീയമായി ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കും. അവർക്ക് അത്തരത്തിലുള്ള ഉറപ്പ് നൽകും എന്ന് RDO പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏതായാലും ദേശീയപാതയിലുള്ള ഉപരോധം ഇവർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. 5:30 വരെ 5:30ക്കുള്ളിൽ എത്തും എന്ന ഒരു വിവരമാണ് ഇപ്പോൾ RDO ഈ നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്നത് തങ്ങൾക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായി ഒഴുകിയെത്തുന്ന വെള്ളം അത് വീടുകളിൽ എത്തുകയാണ്. വീടുകൾക്കകത്ത് കിടക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 2 ദിവസമായി തങ്ങൾ ഇത്തരമൊരവസ്ഥയിലാണുള്ളത്. അതിനൊപ്പമാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം എന്താണ് എന്ന് ഉറപ്പ് ലഭിക്കണം. എങ്കിൽ മാത്രമാണ് പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ നേരത്തെ 12 മണിക്കും 2 മണിക്കുമൊക്കെ ഉദ്യോഗസ്ഥർ എത്തുമെന്ന് അറിയിച്ചിരുന്നതെങ്കിലും ആരും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അവസാനമായി 4 മണിയോടുകൂടി ഉദ്യോഗസ്ഥർ എത്തുമെന്ന് പറയുന്നത്. ആ സമയത്തുകൂടി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്താതായതോടുകൂടിയാണ് ഇത്തരത്തിൽ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടന്നത്. ഇതിന്റെ ഭാഗമായി വലിയ രീതിയിൽ
പാതയിൽ ഇരുവശത്തും, അതായത് ദേശീയപാതയിൽ ഇരുവശത്തും ഗതാഗത കുരുക്കുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അല്പസമയം മുൻപാണ് തളിപ്പറമ്പ് RDO ഇവിടേക്ക് എത്തിയത്. ഇവിടെ എത്തിയ RDO ഈ പ്രതിഷേധക്കാരുമായി സംസാരിച്ചു. അത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി കൃത്യമായി ഇക്കാര്യങ്ങൾ സംസാരിക്കുമെന്ന് ഉറപ്പ് നൽകി. അങ്ങനെയാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഏതായാലും അവരുടെ ദേശീയപാത ഉപരോധം അവസാനിപ്പിച്ച റോഡിന്റെ വശങ്ങളിലേക്ക് മാറി നിൽക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം അവർ കൃത്യമായി എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്ന ശാസ്ത്രീയമായ കാര്യങ്ങൾ എന്ന് വിശദീകരിച്ച് നൽകുമെന്നാണ് RDO ഇപ്പോൾ ഇവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ശരി നിഖിൽ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എത്തുമെന്ന് ഇപ്പോൾ RDO ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ ഒരിടത്തല്ല പലയിടത്തും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഈ മുൻപ് തന്നെ കോഴിക്കോട് പയ്യോളി മേഖലയിലൊക്കെ ഈ അടുത്തിടെ പോലും ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും മൂലം ആ പാതയൊക്കെ ഇടിഞ്ഞു വീഴുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവിടെ പ്രതിഷേധവുമൊക്കെ കണ്ടിരുന്നതാണ്. തുടരെ ഈ പ്രാദേശിക തലത്തിൽ വികാരങ്ങൾ ശക്തമായിട്ടും പ്രതിഷേധങ്ങൾ ശക്തമായിട്ടും അത് കണക്കാക്കാതെ, അത് മുഖവിലക്കെടുക്കാതെ ഈ ദേശീയപാതകൾ കെട്ടിപ്പൊക്കുകയും പിന്നീട് അതെല്ലാം പൊളിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയെ നമ്മുടെ നാട്ടിൽ തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ണൂർ കുപ്പത്തെ റോഡിൻ്റെ അവസ്ഥയാണ്. അവിടുത്തെ ഈ നിലവിലെ സ്ഥിതിഗതികൾ വിശദമാക്കുകയായിരുന്നു നിഖിൽ അളവൂർ.